Good morning, dear students. Today we'll start with the term overhead. ഈ ഓവർഹെഡോട് കൂടിയിട്ട് നമ്മളുടെ majority portion is going to get completed. This is the last one. So maybe within 2 days I shall complete the overhead. Only depends upon the slides. കുറച്ചും കൂടി സ്ലൈഡ്സ് ഉണ്ടാക്കാൻ ബാക്കിയുണ്ട് ഓവർഹെഡ്. എന്നാൽ ഈ സ്ലൈഡ്സ് ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് നോട്ടും കൂടി തരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ആൺകുട്ടികളൊക്കെ ഈ നോട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയാലും യു വിൽ ഗെറ്റ് മാർക്സ്. അപ്പോൾ അതുകൊണ്ടാണ് ആ നോട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്ലൈഡ്സ് കംപ്ലീറ്റ് ആയാൽ ഞാൻ കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു 36 സ്ലൈഡ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ടുഡേ. ഓക്കെ, സോ ലെറ്റ് us see. നമുക്ക് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ മെറ്റീരിയൽ എന്താ പഠിച്ചു അല്ലേ? യു ഹാവ് സ്റ്റഡീഡ് വാട്ട് ഇസ് ലേബർ ഓൾസോ. പിന്നെ പ്രൈം കോസ്റ്റിലേക്ക് എത്താൻ വേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് അല്ലേ? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഈസ് ഗിവൺ ഡയറക്റ്റ്ലി. അത് ഡയറക്റ്റ്ലി തരും. അതിലല്ലാതെ അതിന് പ്രത്യേകിച്ച് വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ഈസ് ഇറ്റ് നോട്ട് ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഓവർ ഹെഡാണ്. ബിക്കോസ് ഓൾ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഓവർ ഹെഡ്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കളക്റ്റീവ്ലി ഓവർ ഹെഡാണ്. ക്ലിയർ? സോ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ എല്ലാ ഓൺ ഗോയിങ് കോസ്റ്റും ടു ഓപ്പറേറ്റ് എ ബിസിനസ് ബട്ട് എക്സ്ക്ലൂഡ്സ് ദ ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓൾ ദ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ക്ലിയർ? ഡയറക്റ്റ് കോസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ മെറ്റീരിയൽ ഇല്ല, ലേബർ ഇല്ല, ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല. ഇത് മൂന്നും ഓവർ ഹെഡിൻ്റെ ഭാഗമേ അല്ല. ഓൾ ദ അതർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ നോൺ ആസ് ഓവർ ഹെഡ്സ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യു വിൽ ബി നോയിങ് അല്ലേ? എന്താണ് ഓവർ ഹെഡ് എന്നൊക്കെ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ടാവും. സോ ഓവർ ഹെഡ് ഫിക്സഡ് ആവാം, വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെമി വേരിയബിൾ ഓൾസോ. അതായത് രണ്ടും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനും ആവാം. എക്സാമ്പിൾ നമുക്ക് പറയാം ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ എപ്പോഴും ചെറിയൊരു പോർഷൻ റെൻറ്റ് ഫിക്സഡ് ആണ് അല്ലേ? പക്ഷെ അതിൻ്റെ മീറ്റർ ചാർജ് എല്ലാ മാസവും നമുക്ക് വരുന്നത് വേരിയബിളാണ്. അപ്പോൾ there are certain costs which are fixed, there are certain costs which are variable, and there is a combination of both. Clear? And the different categories of overhead നമ്മൾ പഠിച്ചു തന്നെയാണ്. You have seen what is administration overhead. Administration overhead ഉണ്ട്, selling distribution overhead ഉണ്ട്. Clear? Factory overhead is there. അപ്പോൾ different categories are there. And നമ്മൾക്ക് തരുന്ന ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടാവും. ക്ലിയർ? അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ കോസ്റ്റ് ഷീറ്റിൽ നിന്ന് നമുക്ക് ഓവർ ഹെഡ് ഏതൊക്കെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ കോസ്റ്റ് CIMA ഡിഫൈൻസ് ഓവർ ഹെഡ് കോസ്റ്റ് ആസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എല്ലാം ഇൻഡയറക്റ്റാന്ന് മനസ്സിലാക്കിക്കോളൂ. ഓവർ ഹെഡ്സ് ആർ ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് which cannot be allocated to any specific job. Suppose salary paid to an officer. Salary pay ചെയ്യുന്നത് ഓഫീസ് വർക്കിനാണ്. ക്ലിയർ? ഓഫീസ് വർക്കിന് സാലറി പേ ചെയ്യണു. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടാവും. ഏത് പ്രൊഡക്റ്റിലേക്കാണ് ഇയാളുടെ സാലറി ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം നേരിട്ടിട്ട് ആ പ്രൊഡക്റ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണത് ഒരു ലേബറിൻ്റെ വേജ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സാലറി, ഒരു ഓഫീസ് വർക്കിന് കൊടുക്കുന്ന ശമ്പളം അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അതാണ് അവിടെ പറയുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് ബീയിങ് ഐഡൻറ്റിഫൈഡ് വിത്ത് എനി സ്പെസിഫിക് ജോബ്. ഒരു സ്പെസിഫിക് ജോബിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക വെച്ചാൽ ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. പക്ഷേ എന്നാൽ നമ്മൾക്കറിയാം, അപ്പോൾ നിങ്ങളൊരു എയർ കണ്ടീഷൻഡ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ AC ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. എന്നാൽ പോലും നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന ഓരോ സാധനത്തിലും ആ എയർ കണ്ടീഷൻ്റെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസും കൂടി ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഓൾവേസ് യു ഷുഡ് പ്രിഫർ ഫോർ സ്മോൾ ഷോപ്സ്. കാരണം കോസ്റ്റ് കുറയും. അപ്പോൾ കോസ്റ്റ് കുറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ
നമുക്ക് പെർ കോസ്റ്റ് കാൽക്കുലേഷൻ കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ്. ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയണത്. 6 സ്റ്റേജ് ആയിട്ടാണ്. ഒന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം ഓവർഹെഡ്സിനെ, അത് നമ്മൾ പഠിക്കും. ആൻഡ് യു ഹാവ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്. ഇത് രണ്ടും മാത്രമല്ല, അലോക്കേറ്റ് ചെയ്യണം. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലതിനൊരു ബേസിസ് ഓഫ് അലോക്കേഷൻ വിൽ ബി ഗിവൻ. ചില കാര്യങ്ങളുണ്ടല്ലോ നേരിട്ടിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാണ് ഇലക്ട്രിസിറ്റി നമ്മൾക്ക് ആ ഒരു ഫ്ലോർ ഏരിയ, അത് അലോക്കേഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താൽ പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഓവർഹെഡ്സിൻ്റെ സ്റ്റെപ്സ്. ആൻഡ് നെക്സ്റ്റ് ഇസ് അപ്പോർഷൻമെൻറ്റ്. ചില ഓവർഹെഡ്സ് നേരിട്ടിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു പ്രപ്പോർഷൻ വെച്ചിട്ട് അപ്പോർഷൻ ചെയ്യണം. ഇതൊക്കെ ഇവിടെയൊക്കെ കാൽക്കുലേഷൻസ് ഉണ്ട് കേട്ടോ. പ്രോബ്ലംസ് വരുന്ന ഏരിയയാണ്. സ്റ്റെപ്പ് 3 പ്രോബ്ലം ഉണ്ട്, സ്റ്റെപ്പ് 4 ഉണ്ട്. ഇനി റീഅപ്പോർഷൻമെൻ്റ് ആണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക്. അത് അടുത്ത സെക്ഷനാണ്. ആൻഡ് ലാസ്റ്റ് ഇസ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. അപ്പോൾ ഓവർഹെഡിലുണ്ടല്ലോ ഈ 4 ഏരിയയിലും പ്രോബ്ലം പാർട്ട് ഉണ്ട്. ക്ലിയർ? അപ്പോൾ അലോക്കേഷൻ ഓഫ് ഓവർഹെഡിൽ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോർഷൻമെൻറ്റിൽ പ്രോബ്ലം ഉണ്ട്, റീഅപ്പോർഷൻമെൻറ്റ്. ഈ റീഅപ്പോർഷൻമെൻറ്റ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. എല്ലാ പ്രാവശ്യം വരാറുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്. ഐ തിങ്ക് ദർ ആർ 3 or 4 മെത്തേഡ്സ്. 3 മെത്തേഡ് ഉണ്ട് റീഅപ്പോർഷൻ ചെയ്യാൻ. ഈ ഒരു 4 സ്റ്റെപ്പും നമ്മളുടെ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമുക്ക് ഓവർഹെഡ് ക്ലാസിഫൈ ചെയ്തെടുക്കണം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഫിക്സഡ് ആവും, വേരിയബിൾ ആവും, സെല്ലിംഗ് ആവാം, ഡിസ്ട്രിബ്യൂഷൻ ആവാം, ഇറ്റ് ക്യാൻ ബി ഫാക്ടറി ഓവർഹെഡ്സ്, എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ നമ്മൾ കളക്ഷൻ ഓഫ് ഓവർഹെഡ്സാ, അത് ഏത് ഗ്രൂപ്പിലാണ് വിടുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഓവർഹെഡ് എമൗണ്ട് തന്നിട്ടുണ്ടാവും. ആ എമൗണ്ടിനെ എങ്ങോട്ടാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതായത് എന്തിൻ്റെ ബേസിസിലാണ് അലോക്കേഷൻ. ഇനി ഡയറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ അപ്പോർഷൻ ചെയ്യും, അതായത് വേറെ എന്തിൻ്റെങ്കിലും ബേസിസിൽ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നേരിട്ടിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഓരോ ഫാക്ടറിയുടെയും ഫ്ലോർ ഏരിയ എത്രയാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് എങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ റൂമിൽ ഒരു ഫാൻ ഉണ്ട്, ഒരു ലൈറ്റ് ഉണ്ട് വിചാരിക്കും. തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു ഫാൻ ഉണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്, AC ഉണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് വന്നു വീടിൻ്റെ 1500 രൂപയാണ്. ഞാൻ പറയുകയാണ് ഞാൻ ഫാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല. സപ്പോസ് യു ആർ എ പേയിങ് ഗസ്റ്റ്. അപ്പോൾ അവരെങ്ങനെ ചെയ്യാറിയോ, എത്ര ലൈറ്റ് പോയിന്റ്സ് ഉണ്ട്, എത്ര കൺസ്യൂം ചെയ്യും, അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അത് ആ ഇലക്ട്രിസിറ്റി നേരിട്ടിട്ട് ചാർജബിൾ അല്ല, അല്ലേ? അപ്പം നമുക്ക് 4 പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ റൂമിൽ പ്രോഡക്റ്റ് A ആണ്, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിൽ പ്രോഡക്റ്റ് B ആണ്, വേറൊരു റൂമിൽ പ്രോഡക്റ്റ് C ആണ്. അപ്പോൾ ഏത് പ്രൊഡക്റ്റിൻ്റെ ഇതിലേക്കാണ് കൊടുക്കുക? 3 ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ എത്ര ലൈറ്റ് പോയിന്റ്സ് ഉണ്ട് ഓരോന്നിലും. ലൈറ്റ് പോയിന്റ്സ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ലൈറ്റ് പോയിന്റ്സിന് പ്രപ്പോർഷൻ കാണും. എന്നിട്ട് മൊത്തമായിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി 3 പ്രൊഡക്റ്റിനും ലൈറ്റ് പോയിന്റ്സിൻ്റെ പ്രപ്പോർഷനിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ ഞാൻ പറയണത്? അതിനെയാണ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുക. അലൊക്കേഷൻ അതല്ല, ഡയറക്റ്റ്ലി അലോക്കേറ്റഡ് ആവും. ഇപ്പോൾ ചിലപ്പോൾ വേജസ് നമുക്കറിയാം, അത് ഡയറക്റ്റ്ലി അലോക്കേറ്റഡ് ആണ് ലേബറിൻ്റെ മുകളിൽ, അല്ലേ? നേരിട്ടിട്ട് നമുക്ക് പറയാം ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര എക്സ്പെൻസ് വന്നു. ഇപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മെറ്റീരിയൽ ഇത്ര വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിട്ടിട്ട് അലോക്കേറ്റബിളാണ്, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര മെറ്റീരിയൽ വന്നു, അത് കൃത്യമാണ് ഓരോ മെറ്റീരിയലിനും. അത് നമ്മൾ വേറെ എന്തിൻ്റെങ്കിലും ബേസിസിലൊക്കെ വെച്ചിട്ട് അപ്പോർഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ അലോക്കേഷൻ മീൻസ് വിച്ച് ഇസ് ഡയറക്ട്ലി ചാർജബിൾ ടു എ പ്രോഡക്റ്റ്. അപ്പോർഷൻമെൻറ്റ് അങ്ങനെയല്ല, വിച്ച് ഇസ് ഇൻഡയറക്ട്ലി ചാർജബിൾ ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. ഏതെങ്കിലും വല്ല ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാവും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഓരോ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് പഠിക്കണം. അതായത് നമ്മൾക്ക് എപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് അതൊന്നും തന്നിട്ടുണ്ടാവില്ല, നമുക്ക് പറയില്ല ക്വസ്റ്റ്യനിൽ. പക്ഷേ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ടാവും, ഫ്ലോർ ഏരിയ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഡിപ്രിസിയേഷൻ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, മെഷീനറി. ഇപ്പോൾ നമ്പർ ഓഫ് മെഷീൻസിൻ്റെ ബേസിസിലാവും. അപ്പോൾ പല തരത്തിലുള്ള എക്സ്പെൻസസും വരും.
അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ അങ്ങനെ എന്തിൻ്റെ ബേസിസിലാന്നൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ ദർ ആർ സർട്ടെയിൻ തിങ്സ് നമ്മൾ അപ്പോർഷൻ ചെയ്ത സാധനം ഉണ്ടല്ലോ വീണ്ടും വീണ്ടും റീഅപ്പോർഷൻ ചെയ്യേണ്ടി വരും. അതായത് നമുക്കിപ്പോൾ പ്രോഡക്ട്സ് 2 ഡിപ്പാർട്ട്മെൻ്റ് ആവും, എ ബി. സർവീസ് അങ്ങനെ ആവില്ല, എ ബി സി എന്ന് പറഞ്ഞിട്ട്, അല്ല സി ആൻഡ് ഡി, എ ബി ഉണ്ടാവില്ല. ഐ വിൽ ടെൽ യു റീഅപ്പോർഷൻമെൻറ്റിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. എയും ബിയും 2 പ്രോഡക്ട്സ് ആവും. സി ആൻഡ് ഡി ആയിരിക്കും സർവീസ് ചെയ്യണത്. അപ്പോൾ സി ആൻഡ് ഡിക്ക് നേരിട്ടിട്ട് ഒന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സി ആൻഡ് ഡിയുടെ കോസ്റ്റ് ഉണ്ടല്ലോ, ഇതിന് വരുന്ന കോസ്റ്റ് ആർക്ക് അപ്പോർഷൻ ചെയ്യണം? ഈ എക്കും ബിക്കും കൊടുക്കണം. അതായത് സിയും ഡിയും സർവീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് പ്രോഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സഹായങ്ങൾ ചെയ്യണതിനാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിയും ഡിയും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സിയും ഡിൻ്റെയും കോസ്റ്റ് എക്കും ബിക്കും പല പ്രപ്പോർഷൻ, ചിലപ്പോൾ 3:1 ആവും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ടാവും. എന്തിൻ്റെ ബേസിസിലാണെങ്കിലും അത് ഇവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, റീഅപ്പോർഷൻ ചെയ്യുക. അപ്പോൾ സോ വൺസ് ആൻ അപ്പോർഷൻമെൻറ്റ് ഈസ് മെയ്ഡ്, ആദ്യം നമ്മൾ സർവീസ് സിക്ക് ഇത്ര കോസ്റ്റ്, സർവീസ് ഡിക്ക് ഇത്ര കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോർഷൻമെൻറ്റ് നടത്തും. ആ അപ്പോർഷൻ ചെയ്ത കോസ്റ്റ് വീണ്ടും റീഅപ്പോർഷൻ ചെയ്യണതിനെയാണ് റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ആയാലും ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മെഷീൻ അവർ റേറ്റ് ആണ്. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും. നമ്മൾ സർവീസ് കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു സർവീസ് കോസ്റ്റിംഗ് പോലെ നമുക്ക് തന്നിട്ടുള്ള എക്സ്പെൻസസ് സ്റ്റാൻഡിങ് ആയിട്ടും ഫിക്സഡ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് അബ്സോർപ്ഷൻ്റെ പാർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇറ്റ്സ് എ വെരി വൈഡർ ടേം. അതിൽ അലോക്കേഷൻ്റെ പാർട്ട്, ഈ 2 പാർട്ടും തിയറിയാണ്. അലോക്കേഷൻ്റെ പാർട്ട് മനസ്സിലാക്കണം, അബ്സോർപ്ഷൻ അപ്പോർഷൻമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. റീഅപ്പോർഷൻമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ആൻഡ് ഫൈനലി യു ഹാവ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ഈസ് ഇറ്റ് ക്ലിയർ? ആൻഡ് ലെറ്റ് us see. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസിഫിക്കേഷൻ ആണെന്ന്. ഇവിടെ എത്തിയപ്പോൾ കളക്ഷനാണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണത്. കളക്ഷൻ എന്താന്ന് പറയാം. അപ്പോൾ കളക്ഷൻ ഓഫ് ഓവർ ഹെഡ് ഇസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈച്ച് ഐറ്റം ഓഫ് കോസ്റ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ഫോർ ദ പേർപ്പസ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ സാധനം എടുക്കുക? അതായത് ഓരോ കോസ്റ്റും ഓരോ ഓവർ ഹെഡും ഉണ്ടല്ലോ, ഓരോ ഓവർ ഹെഡും ബുക്സ് എന്ന്, ചിലത് നമ്മൾ ജേർണൽ എൻട്രി എന്നാണ് കൊടുക്കുക, ചിലത് നമ്മൾ പിന്നെ ആൾക്കാരുടെ സാലറി ഒക്കെ അയാളുടെ ജോബ് കാർഡ് എന്നാണ് കൊടുക്കുക. അപ്പോൾ കോസ്റ്റിങ്ങിൽ ഒരു ഡിഫറെൻറ്റ് ടെക്നിക്കാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഓവർ ഹെഡിൻ്റെ ഐറ്റംസ് കളക്ട് ചെയ്യണത് ഇനി പറയാൻ പോകുന്ന ഡോക്യുമെൻറ്റ്സ് എന്നാണ്. ആദ്യത്തെ ഡോക്യുമെൻ്റ് ആണ് സ്റ്റോഴ്സ് റിക്വസിഷൻ. സ്റ്റോഴ്സ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഒരിക്കലും ഡയറക്റ്റിനെ കുറിച്ചിട്ട് ഓവർ ഹെഡ്സിൻ്റെ ഏരിയയിൽ സംസാരിക്കാൻ പാടില്ല. ക്ലിയർ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് പലതും ഉണ്ടാവും ഒരു കോസ്റ്റിലേക്ക്. നമ്മൾ ചിലപ്പോൾ ഓഫീസ് ആവശ്യത്തിന് കുറച്ച് മെറ്റീരിയൽ, ഒരു വാങ്ങി, അതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ സ്റ്റോറാണ് വാങ്ങി വയ്ക്കുക. അപ്പോൾ കൊടുക്കുന്നതാണ് സ്റ്റോർ റിക്വസിഷൻ ഫോം. അതായത് സ്റ്റോറിൻ്റെ റിക്വസിഷൻ ഫോമിൽ ഉണ്ടാവും. പിന്നെ ഇപ്പം എനിക്ക് നമ്മുടെ നമ്മുടെ ഫാക്ടറിയിൽ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് വിചാരിക്കും, എയും ബിയും. അപ്പോൾ എൻ്റെ എ ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ. ക്ലിയർ? അപ്പോൾ ബി ഡിപ്പാർട്ട്മെൻറ്റ് ദേവികയുടെ. അപ്പോൾ എ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്കിപ്പോൾ 100 ഡയറക്റ്റ് മെറ്റീരിയൽ വേണം വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ സ്റ്റോർ റിക്വസിഷൻ ഫോം എടുക്കും. ആ സ്റ്റോർ റിക്വസിഷൻ ഫോമിൽ എല്ലാം എഴുതും. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ആവശ്യം എന്നൊക്കെ എഴുതും. അപ്പോൾ ഞാൻ 100 എണ്ണം എഴുതി. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എക്സ്പെൻസസിൻ്റെ ഡീറ്റെയിൽസ് എന്തെന്നാണ് കളക്ട് ചെയ്യുക? സ്റ്റോർ റിക്വസിഷൻ ഫോമിൽ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ എന്നിട്ട് അതിൻ്റെ ബേസിസിലാണ് മെറ്റീരിയൽ ഇഷ്യൂ നടത്തുക. മെറ്റീരിയൽ ഇഷ്യൂ ആണ് ഫിഫോ ലിഫോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ടു നോ ദ വാല്യൂ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത് ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെയാണ്. അതേപോലെ മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ് ഉണ്ടാക്കും. എന്നിട്ട് എത്ര രൂപയുടെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എ വാങ്ങി, ഞാൻ ഇന്ന് 100 വാങ്ങി, നാളെ 200 വാങ്ങിയപ്പോൾ ഒരു മാസം അവസാനം ചിലപ്പോൾ 1500 യൂണിറ്റ്സ് ആണ് എങ്കിൽ
ആ 1500 കളക്ട് ചെയ്യുക സ്റ്റോഴ്സ് റിക്വസിഷൻ ഫോം എന്നാണ്. ക്ലിയർ? ആൻഡ് ടൈം ഓർ ജോബ് കാർഡ്. ഡയറക്റ്റ് വേജസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, ഇൻഡയറക്റ്റ് വേജസ് ആണ്. ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ ഇഷ്ടംപോലെ ലേബറേഴ്സിന് വർക്ക് ചെയ്യേണ്ടി വരും. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് വേസ്റ്റ് കൊണ്ടിടാൻ കുറേ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻഡയറക്റ്റ് വേജസിൻ്റെ കണക്ക് അത് ശരിക്കും അലോക്കേറ്റ് ചെയ്യുക. അപ്പോർഷൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 5 ലേബറേഴ്സ് ഉണ്ട് വെച്ചാൽ ആ 5 ലേബറേഴ്സിൻ്റെ കണക്ക് അവരുടെ ജോബ് കാർഡിൽ നോക്കിയാൽ നമുക്ക് കിട്ടില്ലേ? അപ്പോൾ അവരുടെ ജോബ് കാർഡ് എടുത്തിട്ട് ആ 5 പേരുടെ കണക്ക് ഞാൻ എഴുതിയെടുക്കും. എന്നിട്ട് ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഈ ജോബ് കാർഡ് അനലൈസ് ചെയ്യും ടു നോ അബൌട്ട് ദ എമൗണ്ട് ഓഫ് ഇൻഡയറക്റ്റ് വേജസ് പേയബിൾ. സോ നമുക്ക് ആദ്യം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കിട്ടി, പിന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടി, ഇപ്പോൾ ഇൻഡയറക്റ്റ് വേജസ് ആണ്. ക്ലിയർ? ചില സമയത്ത് ജോബ് കാർഡ് ആവില്ല, വേജ് ഷീറ്റ് ആവും. ജോബ് കാർഡിന് പകരം നമ്മൾ കുറേ മെത്തേഡൊക്കെ പഠിച്ചു, അറ്റൻഡൻസ് ഫോം, മെറ്റൽ ഡിസ്ക് ഫോം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വേജ് ഷീറ്റ് ആവും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ വേജ് ഷീറ്റും ഇതുപോലെ അനലൈസ് ചെയ്യാൻ പറ്റും. മോർ ഓവർ ഇത് മാത്രമല്ല, നമ്മൾ പല ബോണസ് പ്ലാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ടോ ഇൻഡയറക്റ്റ് ലേബർ, അത് വേജ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. കാരണം ഇതൊക്കെ ഓവർ ഹെഡിൻ്റെ ഭാഗമാണ്. ഓവർ ഹെഡിൽ ആദ്യം ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു. നൗ യു ആർ സ്പീക്കിംഗ് അബൌട്ട് ഇൻഡയറക്റ്റ് വേജസ്. ക്ലിയർ? ആൻഡ് ലെറ്റ് us see what are the purchase documents. ചിലപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണത് സ്റ്റോർ വഴി ആവില്ല, നമ്മൾ നേരിട്ടിട്ടാവും പർച്ചേസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻവോയ്സ് വേണം. ക്ലിയർ? അപ്പോൾ ഈ എക്സ്പെൻസസ് അലോക്കേഷൻ, ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എ ആണ്, ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാനൊരു 3000 യൂണിറ്റ്സിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ പുറത്ത് ഒരു കമ്പനിയായിട്ട് നേരിട്ട് ഡീൽ ചെയ്ത് വാങ്ങി. അപ്പോൾ എനിക്ക് അങ്ങനെ വാങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് ഞാൻ കീപ്പ് ചെയ്യണം, ബില്ല് ഞാൻ കീപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എഴുതണം എയുടെ കോസ്റ്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 3000. അത് ബിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ബിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് നേരിട്ടിട്ട് ചാർജബിൾ ആണ്. ആൻഡ് ഇനി കുറേ ചെറിയ എക്സ്പെൻസ്, തുക്കട എക്സ്പെൻസസ് ഒക്കെ നമുക്ക് പെറ്റി ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും. കുറേ സ്റ്റേഷനറി വാങ്ങി, അതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസാണ്. അതും നേരിട്ടിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്നും അപ്പോർഷൻമെൻ്റ് അല്ല, അലോക്കേഷൻ്റെ പാർട്ടാണ് ഞാൻ പറയുന്നത്. ഇനി പലതരത്തിലുള്ള ക്യാഷ് ഡീലിങ്സും ഉണ്ടാവും. അപ്പോൾ ഒരു പീരീഡിൻ്റെ എൻഡായ കോസ്റ്റ് മാനേജർ എന്താ ചെയ്യുക വെച്ചാൽ ക്യാഷ് ബുക്കും പെറ്റി ക്യാഷ് ബുക്കും എടുക്കും. എന്നിട്ട് അത് വെരിഫൈ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് എല്ലാ ഓവർ ഹെഡിൻ്റെ ഡീറ്റെയിൽസും കളക്ട് ചെയ്യും. അപ്പോൾ ഓവർ ഹെഡ് കളക്ട് ചെയ്യണ ഭാഗമാണ് ഞാൻ പറയണത്. ഓവർ ഹെഡ് കളക്ട് ചെയ്യണതിൽ നമ്മൾ ആദ്യം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ വേജസിനെ കുറിച്ചാണ് പറഞ്ഞത്, ഒക്കെ ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് വേജസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു ജോബ് കാർഡാണ് ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുക, ചിലപ്പോൾ നമ്മൾ വേജ് ഷീറ്റ് ആവും ഫോളോ ചെയ്യുക. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ ചില സമയത്ത് പർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും എന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി പല രീതിയിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസും വരും എന്ന് പറഞ്ഞു. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ ക്യാഷ് ബുക്കിൽ നിന്നും പെറ്റി ക്യാഷ് ബുക്കിൽ നിന്നുമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ? ആൻഡ് ഇത്രയും ആയാൽ കഴിഞ്ഞില്ല, ഇനിയും പല ഇൻഫർമേഷൻസും മിസ്സിങ് ആവും. അപ്പോൾ നമുക്ക് പിന്നെ സബ്സിഡറി ബുക്സ്, അതായത് ഒരുപാട് സബ്സിഡറി ബുക്സിനെ കുറിച്ച് നമുക്കറിയാം. പർച്ചേസ് ബുക്ക് ഉണ്ട്, സെയിൽസ് ബുക്ക് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ആൻഡ് യു ഹാവ് ജേർണൽ പ്രോപ്പർ. ക്ലിയർ? അപ്പോൾ ഡിപ്രിസിയേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, റെൻറ്റ് എന്താ, ഇൻട്രസ്റ്റ് എന്താ, ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ സബ്സിഡറി ഡോക്യുമെൻറ്റ്സ് എന്നാണ് നമുക്ക് കിട്ടുക. അതിന് ഈ ഡിപ്രിസിയേഷനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, ക്യാഷ് പുറത്തേക്ക് പോവില്ല. ഡിപ്രിസിയേഷൻ ഡസൻ ഇൻവോൾവ് എനി ക്യാഷ് പേയ്മെൻറ്റ്. ക്ലിയർ? അതേപോലെ റെൻറ്റും നമ്മളുടെ ഓൺ പ്രോപ്പർട്ടിയാണ്, പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യവും റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി വെക്കണ ചില അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും ക്യാഷ് പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഡിപ്രിസിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് സബ്സിഡറി ഡോക്യുമെൻറ്റ്സ് നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇത്രയൊന്നും ആയിട്ടും ചിലത് കളക്ഷൻ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രീസും കൂടി നമ്മൾ
പരിശോധിക്കണം. കാരണം ജേർണൽ എൻട്രീസ് ആർ അസ്യൂംഡ് ടു ബി ദ ബുക്സ് ഓഫ് ഒറിജിനൽ റെക്കോർഡ്. ക്ലിയർ? ഇപ്പോൾ മെജോറിറ്റി ഓഫ് എക്സ്പെൻസസ്, അപ്പോൾ ഒരിക്കലും ഈ സബ്സിഡിയറി ബുക്സ് ഒന്നും ജേർണൽ എൻട്രീസ് ഒന്നും കളക്ട് ചെയ്യണത് ഒരിക്കലും അലോക്കേറ്റ് ചെയ്യണ എക്സ്പെൻസസ് ആവില്ല. എപ്പോഴും അപ്പോർഷൻ ചെയ്യണ എക്സ്പെൻസസ് ആവും. ക്ലിയർ? അപ്പോൾ നമ്മൾ മാനേജീരിയൽ കമ്മീഷൻ എന്തിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുക? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുക. അപ്പോൾ പല എക്സ്പെൻസസും അപ്പോർഷൻ ചെയ്യണത് ഫാക്ടറി ഓവർ ഹെഡിൻ്റെയോ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൻ്റെയോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ ഒക്കെ ബേസിലാവും. അപ്പോൾ അതിൻ്റെ റേഷ്യോ കാരണം ആ റേഷ്യോ കണ്ടിട്ടാണ് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചത്. കളക്ഷൻ പഠിച്ചപ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. സ്റ്റോറിൽ നിന്ന് കളക്ട് ചെയ്യും, ജോബ് ടൈം ഓർ ജോബ് കാർഡ് വേജ് ഷീറ്റിൽ നിന്ന് കളക്ട് ചെയ്യും, പർച്ചേസ് ഡോക്യുമെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യും, ക്യാഷ് ബുക്ക് ആൻഡ് പെറ്റി ക്യാഷ് ബുക്കിൽ നിന്ന് കളക്ട് ചെയ്യും, സബ്സിഡിയറി ഡോക്യുമെൻറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്യും, ആൻഡ് യു കളക്ട് ഫ്രം ജേർണൽ എൻട്രീസ് ഓൾസോ. അവിടെ നമ്മൾ കളക്ഷൻ പ്രോസസ്സ്, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഓവർ ഹെഡ്സ് കംപ്ലീറ്റ് കയ്യിലിരിക്കുകയാണ്. നൗ യു ആർ ട്രൈങ് ടു ക്ലാസിഫൈ ദാറ്റ് ഓവർ ഹെഡ്. പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫങ്ഷൻ വൈസ് ഉണ്ട്, ബിഹേവിയർ വൈസ് ഉണ്ട്, എലമെൻറ്റ് വൈസ് ഉണ്ട്, കൺട്രോൾ വൈസും ഉണ്ട്. ക്ലിയർ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ചിലപ്പോൾ ഒരു എസ് ഒക്കെ ആയിട്ട് വന്നൂടായില്ല. അപ്പോൾ അതുകൊണ്ട് യു ഷുഡ് ബി ക്ലിയർ വിത്ത് ദിസ്. നിങ്ങൾക്ക് അറിയണ ക്ലാസിഫിക്കേഷൻസ് തന്നെയാണ് ഞാൻ പറയുള്ളൂ, പഠിക്കാൻ അധികം സമയവും വേണ്ട. സോ ലെറ്റ് us see what are the functional classification of overhead. പഠിച്ചിട്ടുള്ളതാണ്. കോസ്റ്റ് ഷീറ്റ് പഠിച്ചൊരു കുട്ടിക്ക് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യത്തെ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഫാക്ടറി ഓവർ ഹെഡാണ്. All the indirect expenses incurred within the factory area are classified as factory overheads. And next is administration overhead. Same. All the indirect expenses incurred within the administrative area are classified as administrative or office overhead. ക്ലിയർ? അപ്പോൾ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്താ അടുത്ത രണ്ടെണ്ണം വരിക എന്നുള്ളത് ഏകദേശം അറിയുണ്ടാവും. എന്തൊക്കെയാ? ഫാക്ടറി കഴിഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു. നൗ യു ഹാവ് സെല്ലിംഗ് ഓവർ ഹെഡ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഉണ്ട്. ചില സമയത്ത് രണ്ടിനെയും സ്പ്ലിറ്റ് ആയിട്ട് കാണിക്കില്ല, രണ്ടും കൂടി ഒരുമിച്ച് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആയിട്ടാവും വരിക. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ സെല്ലിംഗ് ഓവർ ഹെഡിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യും. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ തന്നെ പറയണത്. ചില സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിസിൽ, ചില സമയത്ത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. അങ്ങനെ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അതുകൊണ്ട് അധികം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബിഹേവിയർ ക്ലാസിഫിക്കേഷനാണ്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർവീസ് കോസ്റ്റിംഗ് ചെയ്യണ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റിയാക്ഷൻ ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഫോർ ചേഞ്ചസ് ഇൻ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ വോളിയത്തിലുള്ള ഡിഫറൻസ് അനുസരിച്ച് എക്സ്പെൻഡിച്ചർ മാറുന്നു. ദാറ്റ് മീൻസ് യു ഹാവ് ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ. ക്ലിയർ? അപ്പോൾ ചില ഫിക്സഡിൻ്റെ പ്രത്യേകത എന്താ? ഫിക്സഡ് റിമെയിൻസ് ഫിക്സഡ് അല്ലേ? ഫിക്സഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ഹാപ്പൻസ് ടു വേരിയബിൾ? ഇറ്റ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പഠിച്ചപ്പോൾ പഠിച്ചു. വെറസ് സം അതേഴ്സ് ഡു നോട്ട് വേരി അപ് ടു എ സർട്ടേൺ വോളിയം ബട്ട് വേരി ആഫ്റ്റർ ദാറ്റ്. ഇലക്ട്രിസിറ്റി ഒരു വോളിയം വരെ വേരി ചെയ്യില്ല, അത് കഴിഞ്ഞാൽ വേരിയേഷൻ വരും. സ്ലാബ് റേറ്റ് ഒക്കെ. ക്ലിയർ? അപ്പം അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫിക്സഡ് ആണ്. ഫിക്സഡിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. റേറ്റ് ആൻഡ് ടാക്സസ് ഓഫ് ബിൽഡിംഗ്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്, ഫാക്ടറി റെൻറ്റ്, സൂപ്പർവൈസേഴ്സ് സാലറി എക്സെട്ര. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്താലും നമുക്ക് ഈ കോസ്റ്റ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പീരീഡ് കോസ്റ്റ്, സ്റ്റാൻഡ് ബൈ കോസ്റ്റ് ആൻഡ് ഷട്ട് ഡൗൺ കോസ്റ്റ്. എന്തുകൊണ്ടത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നത് വെച്ചാൽ ചിലപ്പോൾ ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, വാട്ട് ഇസ് സ്റ്റാൻഡ് ബൈ കോസ്റ്റ്. അപ്പം നിങ്ങൾ പറയും അയ്യോ ടീച്ചർ എടുത്തിട്ടില്ല ആ ഭാഗം അല്ലേ. ദിസ് ഇസ് വാട്ട് യു ആർ ഗോയിങ് ടു സേ. പീരീഡ് കോസ്റ്റും ഷട്ട് ഡൗൺ കോസ്റ്റും സ്റ്റാൻഡ് ബൈ കോസ്റ്റും. ക്ലിയർ? അപ്പോൾ അടുത്തത് ഫിക്സഡ് ഓവർ ഹെഡിനെ കുറിച്ച് തന്നെയാണ്. എപ്പോഴും ഫിക്സഡ് അല്ല, ആർ നോട്ട് ഓൾവേസ് ഫിക്സഡ് ഇൻ നേറ്റീവ്. കാരണം ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ടൈം, കുറേ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അഡീഷണൽ എക്യുപ്മെൻ്റ് ഒക്കെ വന്നു അങ്ങനെ വരുമൊക്കെയാണെങ്കിൽ ചില സമയത്ത് ഫിക്സഡ് എക്സ്പെൻസസിന് മാറ്റം വരും. കാരണം പ്രൊഡക്ഷൻ
1000 യൂണിറ്റാണ് എല്ലാ കൊല്ലവും ഉണ്ടാക്കുന്നത്. അവസാനം നമ്മൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് ഫിക്സഡ് ചാർജ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞാൽ അത് 1000 1500 ആവും. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് ആണെങ്കിലും ഓവർ എ പീരീഡ് ഓഫ് ടൈം മാറ്റം വരും. പക്ഷേ ഫിക്സഡിന് ഒരു പ്രത്യേകത ഉണ്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റിനെ ആണ് റെഡ്യൂസ് ചെയ്യേണ്ടത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എക്കണോമിക്സിലൊരു തത്വം, ആസ് ആൻഡ് വെൻ യു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഓഫ് എ ക്വാണ്ടിറ്റി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ ഫിക്സഡ് കോസ്റ്റ് കംസ് ഡൗൺ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ചെയ്യണത് ബിഗ് കമ്പനീസ്, ബിഗ് കോർപ്പറേറ്റ്സ്. മാസ് പ്രൊഡക്ഷൻ, മാസ് കൺസംഷൻ അല്ലേ, മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് അവരെടുക്കുക ചെയ്യണത്. ക്ലിയർ? Another important feature of fixed cost is that since the amount of such cost for an accounting period is constant, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, the cost per unit decreases with increase in output. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. സപ്പോസ് ഫിക്സഡ് കോസ്റ്റ് 1000 ആണ്, ഞാൻ 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് 1 രൂപയാണ്. 1000 എന്നുള്ളത് ഒറ്റയടിക്ക് 10000 ആക്കിയാൽ ഫിക്സഡ് കോസ്റ്റ് എന്തായി? ഫിക്സഡ് കോസ്റ്റിന് എന്ത് വന്നു? ആ 1 രൂപയിൽ നിന്ന് 10 പൈസയായി. അത്ര ഡ്രാസ്റ്റിക് ചേഞ്ചാ. ക്ലിയർ? ബട്ട് ക്യാൻ നെവർ ബി സീറോ. ഇറ്റ് കനോട്ട് ബി സീറോ. ഇത് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് അവിടെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല വെച്ചാൽ ഇപ്പോഴും അറിയണ്ടാവില്ല. ക്ലിയർ? ഇതാ ഫിക്സഡ് കോസ്റ്റിൻ്റെ, ഇനി ടീച്ചർ ഇതൊന്നും കാണിച്ചു തന്നില്ല പറയരുത്. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഇങ്ങനെയാണ്. ദിസ് ഇസ് ദ ഡയഗ്രാം. ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാച്ചാലും 4000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാലും 6000 ആണെങ്കിലും 8000 ആയാലും ഇറ്റ് ഈസ് 10,000. ദാറ്റ് മീൻസ് വാട്ട്? കൂടുതൽ 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 പ്രൊഡ്യൂസ് ചെയ്യുന്നതോറും പെർ യൂണിറ്റ് കോസ്റ്റ് കംസ് ഡൗൺ. ടോട്ടൽ കോസ്റ്റ് കൂടുണ്ടോ? ഇല്ല. ബട്ട് ദിസ് ഇസ് നോട്ട് ദ കേസ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഇസ് ഓൾവേസ് ഇൻ ദിസ് ഷേപ്പ്. വൈ? നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കാര്യമായിട്ടോ അത് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കംസ് ഡൗൺ. ഇപ്പോൾ 2500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2500 നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് വെച്ചാൽ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്. അത് 2000 ആയപ്പോൾ ഇതായി, 3000 ആയപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 500 ആയി, 4000 ആയപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 400 ആയി, 5000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഫിക്സഡ് കോസ്റ്റ് 300 ഉണ്ടാവും. പക്ഷേ 0 പോയിന്റ് ടച്ച് ചെയ്യില്ല. അതിങ്ങനെ ഇങ്ങനെ പോവുള്ളൂ. ഇറ്റ് ക്യാൻ നെവർ ബി സീറോ ആവില്ല ഫിക്സഡ് കോസ്റ്റ്. ചെറിയൊരു എലമെൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും വരും. പക്ഷേ അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫിക്സഡ് കോസ്റ്റിന് തന്നെയാണ് രണ്ട് ഡയഗ്രാം ഫിക്സഡ് കോസ്റ്റിൻ്റെ തന്നെയാണ് നമ്മൾക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഡയഗ്രത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടാവാം. തിയറി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ലെറ്റ് us speak about what is variable cost. വേരിയബിൾ കോസ്റ്റിനെ കുറിച്ചൊന്നും ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എക്സ്പെൻസസ് വിച്ച് ടെൻസ് ടു ചേഞ്ച് ഡയറക്ട്ലി വിച്ച് ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 1 രൂപയാണ് വേരിയബിൾ കോസ്റ്റ് വെച്ചാൽ 1000 ആണ് എക്സ്പെൻസസ്. ക്ലിയർ? ഇനി 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, 10000 പ്രൊഡ്യൂസ് ചെയ്തു വെച്ചാലോ 10000 ആവും എക്സ്പെൻസസ്. കാരണം പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടും. ക്ലിയർ? അപ്പോൾ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കൂടും, ഔട്ട്പുട്ട് കുറയുക വെച്ചാൽ കുറയും, അല്ലാതെ കുറയില്ല. ദർ മെ നോട്ട് ബി ഓൾവേസ് എ പെർഫെക്റ്റ് മാത്തമാറ്റിക്കൽ റിലേഷൻ. ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ കോസ്റ്റ് ആവും, 10000 ഒക്കെ എത്തുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം പല രീതിയിലുള്ള കോസ്റ്റും കൂടും. എക്സാമ്പിൾസ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഫ്യൂവലിൻ്റെ എക്സാമ്പിളൊക്കെ കൃത്യമാണ്. ഫ്യൂവൽ വേരിയബിളായിട്ട് ആക്ട് ചെയ്യണത് എങ്ങനെയാണ്? പിന്നെ ഇപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഫ്യൂവൽ മതിയാവും. 10000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്യൂവൽ വരും അല്ലേ? അപ്പോൾ ചിലപ്പോൾ പവർ കൺസംഷനിലൊക്കെ ആണെങ്കിൽ കൂടുതൽ വന്നാൽ എന്താ ഉണ്ടാവുക? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോറും പെർ യൂണിറ്റും കൂടും. നിങ്ങൾ ആലോചിച്ചറിയാം, നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയൊക്കെ സ്ലാബ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റി ബില്ലും കൂടും. ആൻഡ് ക്യാരേജ് ഔട്ട്വേർഡ് മീൻസ് വാട്ട്? റിട്ടേൺ ആണ് അവിടെ. അല്ല, ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. ആ ട്രാൻസ്പോർട്ടേഷൻ ഡയറക്റ്റാണ്, ഇത് ഇൻഡയറക്റ്റാണ്.
പാക്കിംഗ് മെറ്റീരിയൽസ്, ലൈറ്റിംഗ്, ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്, സ്റ്റോർ ലോസസ്, ഐഡിൽ ടൈം എക്സെട്ര. ഇതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ്. വേരിയബിൾ കോസ്റ്റിൻ്റെ ഇതും തന്നിട്ട് എങ്ങനെയാണ് കോസ്റ്റ് ലൈൻ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് കോസ്റ്റ് കൂടും, യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടും. പക്ഷേ പെർ യൂണിറ്റ് വിൽ റിമെയിൻ സെയിം. അതാണ് വേരിയബിൾ കോസ്റ്റിൻ്റെ. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേരിയബിൾ കോസ്റ്റ് 1.60 ആണെങ്കിൽ അത് 20,000 ആയാലും പെർ യൂണിറ്റ് ഇസ് ഓൾവേസ് ഫിക്സഡ്. മറ്റേ ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ ആയിരുന്നില്ല. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വാസ് ഫിക്സഡ്, പെർ യൂണിറ്റ് വാസ് ഡിക്രീസിങ്. ഇവിടെ അങ്ങനെയല്ല. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇസ് ഓൾവേസ് ഇൻക്രീസിങ് ആൻഡ് പെർ യൂണിറ്റ് റിമെയിൻസ് ഫിക്സഡ്. ഇത് രണ്ടും രണ്ട് കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാം. ആൻഡ് നൗ യു ഹാവ് ദാറ്റ് തേർഡ് വൺ, ദാറ്റ് ഇസ് ദ സെമി വേരിയബിൾ ഓവർഹെഡ്സ്. The overhead expenses which behave like both variable as well as fixed are called semi-variable overhead. Example ആണ് depreciation of plant and machinery, repairs and maintenance. Repair ഒക്കെ ചില സമയത്ത് സെമി വേരിയബിൾ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേജസ്, പോസ്റ്റേജ്, സ്റ്റേഷനറി എക്സെട്ര. കാരണം അത് എന്തുകൊണ്ടാണ് സെമി വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇത്ര ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ ഫിക്സഡ് ആവും, അവിടുന്ന് അങ്ങോട്ട് വേരിയബിൾ ആവും. അപ്പോൾ സൂപ്പർവിഷൻ്റെ കാര്യം പറയാം. 1000 യൂണിറ്റ്സിന് സൂപ്പർവൈസ് ചെയ്തു വെച്ചാൽ ചിലപ്പോൾ 6 രൂപയാവും കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ 7 ആവും. അപ്പോൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് സെമി വേരിയബിൾ ഇൻക്രീസ് ചെയ്യും. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ദിസ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ. ഇനി എന്തിനാണ് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ എന്നാണ് ചോദിക്കുന്നത്, ഫിക്സഡും വേരിയബിളുമായിട്ട്. ഫിക്സഡും വേരിയബിളായിട്ട് ക്ലാസിഫൈ ചെയ്യണതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ. കാരണം നമുക്ക് ചില സമയത്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടി വരും, കോസ്റ്റ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഏതൊക്കെയാണ് സെയിൽസ് കൂടുമ്പോൾ കൂടുന്നത്, ഏതൊക്കെയാണ് സെയിൽസ് കുറയുമ്പോൾ കുറയണമെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റിൽ. അപ്പോൾ സെഗ്രിഗേഷൻ ഓഫ് കോസ്റ്റ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എനേബിൾസ് എ മാനേജ്മെൻറ്റ് to adopt the most appropriate selling price policy, as sometimes one may have to sell even below the total cost. ചില സമയത്ത് ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറഞ്ഞ വിലയിൽ വിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോഴും നമ്മൾ അറിയണം ഈ ഫിക്സ് ചെയ്യണത് എന്തിൻ്റെ ബേസിസിലാണ്. ഒരിക്കലും സെല്ലിംഗ് പ്രൈസ് വേരിയബിൾ കോസ്റ്റിനേക്കാളും താഴെയാവരുത്, ഫിക്സ് ചെയ്യരുത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റെങ്കിലും കവറപ്പ് ചെയ്യണ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് ആയിരിക്കണം നമ്മളുടെ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ബഡ്ജറ്ററി കൺട്രോൾ. ഇനി ബഡ്ജറ്ററി കൺട്രോളിന് നമുക്ക് ആവശ്യം വരും. ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തില്ലേ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഫിക്സഡും വേരിയബിളും ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇല്ലേ? ഇനി അതേപോലെ പല രീതിയിലുള്ള കോസ്റ്റ് കൺട്രോളിങ് ടെക്നിക്കിലും നമ്മൾ വേരിയബിൾസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. പല രീതിയിൽ നമ്മൾ ഓവർഹെഡ്സിനെ പല റേറ്റിൽ അബ്സോർബ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ വേരിയബിൾ ആയിട്ടും ഫിക്സഡ് ആയിട്ടും ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഈ പാർട്ട് നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ആൻഡ് ഇപ്പോൾ ഡിപ്രിസിയേഷൻ ഒരു ഓവർഹെഡാണ്. അപ്പോൾ ആ ഓവർഹെഡിനെ അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ ഫിക്സഡ് ആയിട്ടാണോ, സ്റ്റാൻഡിങ് ആണോ, വേരിയബിൾ ആണോ? നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ചു, സർവീസ് കോസ്റ്റിങ്ങിൽ പഠിച്ച പോലെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അബ്സോർപ്ഷൻ്റെ ഭാഗത്തുണ്ട്. ക്ലിയർ? ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തിയറിയുടെ പാർട്ടായതുകൊണ്ടാണ് സ്പീഡിൽ പോണത്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് ഫിക്സഡും വേരിയബിളും വേണം. കാരണം എന്നാൽ മാത്രമേ വാങ്ങിക്കുകയാണോ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. കൂടുതലാവുകയാണെങ്കിൽ ഈ മേക്ക് ഓർ ബൈ ഡിസിഷൻ നിങ്ങൾ പഠിക്കണത് ഏത് സബ്ജക്റ്റിലറിയോ? ഈ ഒരു 5th സെമസ്റ്ററിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻസ് പഠിക്കും. ഇപ്പോൾ ടീച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയയാണ് വിദ്യ ടീച്ചർ ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ ഒരു പാർട്ടിൻ്റെ ലേറ്റർ സ്റ്റേജിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ, വാങ്ങുകയാണോ വേണ്ടത് അതോ ഉണ്ടാക്കുകയാണോ വേണ്ടത്. ചില സമയത്ത് എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണേക്കാളും ലാഭമാവും അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക. പിന്നെ ഏത് പ്രൊഡക്റ്റ് മിക്സാണ് ഏറ്റവും നല്ലത്, എയും ബിയും കൂടി മിക്സ് ചെയ്യുകയാണോ വേണ്ടത് അതോ എയുടെ എത്ര ക്വാണ്ടിറ്റിയും ബിയുടെ എത്ര ക്വാണ്ടിറ്റിയും വിറ്റാലാണോ കൂടുതൽ പൈസ കിട്ടുക, അതോ ബിയും സിയും കൂടിയിട്ട് വിറ്റാലാണോ, അതൊക്കെ ഏത് മിക്സ്, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. അപ്പോൾ ഹെൽപ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്.
ആൻഡ് നെക്സ്റ്റ് ഇതും നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോണതാണ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഈ മാർജിനൽ കോസ്റ്റിങ്ങും ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെയും എസെൻസ് തന്നെ ഫിക്സഡും വേരിയബിളും. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വേരിയബിൾ കോസ്റ്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അതിൻ്റെ ഫുൾ പഠനവും. ക്ലിയർ? അപ്പോൾ പിന്നെ ഇത്രയൊക്കെ കാര്യത്തിനാണ് നമ്മൾ പഠിക്കണത്. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണത്, ഡിസിഷൻ എടുക്കണത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. എല്ലാം കൂടി ഡംപ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോയിലാക്കിയാൽ നിങ്ങൾക്ക് തിയറി ആണെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടാവും. സോ ലെറ്റ് us കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.